പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ഹിസ്റ്ററി വിഭാഗത്തിലെ 5-ാമത്തെ അധ്യായം. സമ്പത്തും സമൂഹവും മധ്യകാല ഇന്ത്യയിൽ എന്നാണ് പാഠത്തിൻ്റെ പേര്. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് മധ്യകാല ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥിതി എപ്രകാരമായിരുന്നു, അവിടുത്തെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരുന്നു തുടങ്ങിയിട്ടുള്ള വിവരങ്ങളാണ് ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി മധ്യകാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കാർഷിക പുരോഗതിക്ക് കാരണം എന്തൊക്കെയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ മധ്യകാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് ചോള രാജവംശമായിരുന്നു. ചോള കിങ്സ് ആയിരുന്നു സൗത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത്. അവരുടെ കാലത്ത് ദക്ഷിണേന്ത്യയിൽ കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങളായിരുന്നു: ഒന്ന്, കാവേരി നദിയിലെ ജലസമൃദ്ധി, വാട്ടർ പ്രോസ്പെരിറ്റി ഇൻ റിവർ കാവേരി. കാവേരി നദിയിൽ നല്ലവണ്ണം ജലസമൃദ്ധി ഉണ്ടായിരുന്നു. രണ്ടാമതായി, കൈവഴികളിലൂടെ ഒഴുകിയെത്തുന്ന എക്കൽ മണ്ണ്, അലൂവിയൽ ഡെപ്പോസിറ്റ് ഓഫ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടറീസ്. ഈ എക്കൽ മണ്ണ് എന്ന് പറയുന്നത് കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. അതുകൊണ്ട് തന്നെ നദികളിലൂടെ ഒഴുകിയെത്തുന്ന എക്കൽ മണ്ണ് മധ്യകാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയെ കാർഷിക പുരോഗതിയെ സഹായിച്ചു. അടുത്തതായി, കനാൽ കൺസ്ട്രക്റ്റഡ് ഫോർ ഇറിഗേഷൻ ബൈ ദ ചോള കിങ്സ്. ചോള രാജാക്കന്മാർ ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച കനാലുകൾ കൃഷിയെ സഹായിച്ചു. അടുത്തതായി, ഗ്രാമഭരണം നടത്തിയ സഭകൾക്ക് കീഴിൽ, ചോള ഭരണത്തിന് കീഴിൽ ഗ്രാമങ്ങൾ ഭരിച്ചിരുന്ന സഭ എന്ന് പറയുന്ന ഒരു കൂട്ടമായിരുന്നു. ആ സഭകൾക്ക് കീഴിൽ കാർഷിക പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വിഭാഗമുണ്ടായിരുന്നു. അതിനാണ് സമിതികൾ എന്ന് പറയുന്നത്. ഈ സമിതികളുടെ പ്രവർത്തനവും കാർഷിക പുരോഗതിയെ സഹായിച്ചു. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് മധ്യകാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിലെ കാർഷിക പുരോഗതിയെ സഹായിച്ചത്. പ്രധാനമായും കാവേരി നദിയിലെ ജലസമൃദ്ധിയും അതിലേക്ക് ഒഴുകിയെത്തുന്ന എക്കൽ മണ്ണും അതുപോലെ തന്നെ രാജാക്കന്മാർ നിർമ്മിച്ച കനാലുകളും എല്ലാം കാർഷിക പുരോഗതിയെ സഹായിച്ചു. ഇനി മധ്യകാലഘട്ടത്തിലെ കൈത്തൊഴിലും കരകൗശലവും ഹാൻഡിവർക്ക് ആൻഡ് ഹാൻഡിക്രാഫ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. കൃഷിക്ക് പുറമെ അവർ ഉപയോഗിച്ചിരുന്ന മറ്റു അവർ ജീവിതത്തിന് വേണ്ടി പണമുണ്ടാക്കാൻ വേണ്ടി ചെയ്തിരുന്ന തൊഴിലുകളും കാര്യങ്ങളുമാണ് ഇതിൽ പറയുന്നത്. കാർഷികോൽപ്പന്നങ്ങളെ ആശ്രയിച്ചുകൊണ്ട്, അതായത് കൃഷിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിരവധി വ്യവസായങ്ങൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. ഉദാഹരണമായി എണ്ണക്കുരുക്കൾ, ഓയിൽ സീഡ്സ്, കരിമ്പ്, പരുത്തി, നീലം എന്നിവ ഉപയോഗിച്ചുകൊണ്ട് എണ്ണയാട്ടലുണ്ടായിരുന്നു, എഡിബിൾ ഓയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ശർക്കര നിർമ്മാണം, ജാഗരി ഉണ്ടായിരുന്നു, തുണിനെയ്ത്ത് ഉണ്ടായിരുന്നു, വീവിംഗ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഡൈയിങ്, ചായമുക്കൽ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള വ്യവസായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നെയ്ത്തായിരുന്നു. ഇനി ഈ നെയ്ത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്ന, തുണി നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു സാധനമായിരുന്നു ചർക്ക എന്ന് പറയുന്നത്. ഈ 14-ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ ചർക്ക ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഇന്ത്യയിലേക്ക് ഈ ചർക്കയുടെ സാങ്കേതിക വിദ്യ ഇന്ത്യക്കാർ മനസ്സിലാക്കിയത് ചൈനക്കാരുടെ കയ്യിൽ നിന്നാണ്. ഈ ചർക്ക ഇന്ത്യക്കാർ ഉപയോഗിച്ച് തുടങ്ങിയതോടെ നൂൽ നിർമ്മാണത്തിൽ 6 മടങ്ങോളം വർധനവ് ഇന്ത്യയിലുണ്ടായി. തുണി നെയ്ത്തിന്റെ കാര്യത്തിലും അന്ന് പുരോഗതി ഉണ്ടായി. ചവിട്ടി പ്രവർത്തിപ്പിക്കുന്ന തറിയുടെ കണ്ടുപിടുത്തം തുണി നിർമ്മാണത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇതുകൂടാതെ പട്ടുനൂൽ പുഴുക്കൾ നിന്ന് നൂലുണ്ടാക്കുന്ന സാങ്കേതിക വിദ്യയും സിൽക്ക് ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യയും ഇന്ത്യക്കാർക്ക് അറിയുമായിരുന്നു. അതും വികാസം പ്രാപിച്ചു. ഈ പട്ടുനൂൽ പുഴുക്കൾ നിന്ന് നൂലുണ്ടാക്കുന്ന സാങ്കേതിക വിദ്യ ആദ്യമായി തുടങ്ങിയത് ബംഗാളിലാണ് ആരംഭിച്ചത്. ഇതുകൂടാതെ ഇന്ത്യക്കാർക്ക് പരവതാനി നിർമ്മാണം, അതുപോലെ തന്നെ കടലാസ് നിർമ്മാണം, കാർപ്പറ്റ്, പേപ്പർ എന്നിവ നിർമ്മിക്കാനൊക്കെ കഴിവുള്ള ആളുകളുണ്ടായിരുന്നു. അതൊക്കെ തൊഴിലായി സ്വീകരിച്ച ആളുകളുണ്ടായിരുന്നു. മാത്രമല്ല, ഇന്ത്യൻ നിർമ്മിതമായ കാർപ്പറ്റുകൾ, പരവതാനികൾ വിദേശ രാജ്യങ്ങളിൽ വരെ നല്ല പ്രചാരം നേടിയിരുന്നു. ചവിട്ടികളാണ് പരവതാനികൾ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള നൂലൊക്കെ ഉപയോഗിച്ച് നെയ്തെടുത്ത കാർപ്പറ്റുകൾ, പരവതാനികൾ, ചവിട്ടികളൊക്കെ വിദേശ രാജ്യങ്ങളിൽ നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്നു. കടലാസിന്റെ ഉപയോഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 13-ാം നൂറ്റാണ്ട് മുതൽ തന്നെ കടലാസിന്റെ ഉപയോഗം ഇന്ത്യയിൽ ആരംഭിച്ചിരുന്നു. ഇതുകൂടാതെ ലോഹ സംസ്കരണം, ഖനനം എന്നിവയും അക്കാലത്ത് പുരോഗതി പ്രാപിച്ചു. ലോഹ സംസ്കരണത്തിന്റെ രംഗത്ത് പ്രധാനമായി നിർമ്മിച്ചിരുന്നത് കാർഷിക ഉപകരണങ്ങളും യുദ്ധോപകരണങ്ങളും ഒക്കെ ആയിരുന്നു ലോഹം കൊണ്ട് നിർമ്മിച്ചിരുന്നത്. ഇരുമ്പ് കൊണ്ടുള്ള ലാടം, ഹോഴ്സ് ഷൂ, കുതിരകൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇരുമ്പ് കൊണ്ടുള്ള ലാടം ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ കുതിര സവാരിക്കാർക്ക് കാലുകൾ വയ്ക്കാൻ കുതിരയുടെ മുതുകിൽ തൂക്കിയിടുന്ന ഇരുമ്പിന്റെ ചവിട്ടുപടി, അയൺ സ്റ്റിറപ്പ് യുദ്ധരംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചു. അതുകൂടാതെ തന്നെ രാജസ്ഥാനിൽ നിന്ന് ചെമ്പ് ഖനനം ചെയ്തെടുത്തു. ഗോൽക്കൊണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് രത്നവും ഖനനം ചെയ്തെടുത്തിരുന്നു. കൂടാതെ ഉപ്പ് നിർമ്മാണവും അന്ന് വികാസം പ്രാപിച്ചിരുന്നു. ഉപ്പ് നിർമ്മാണത്തിന് വേണ്ടി കടൽ തീരങ്ങൾ, ഉപ്പുപാറകൾ, ഉപ്പ് തടാകങ്ങൾ എന്നിവ ഉപയോഗിച്ചു അവിടെ നിന്നെല്ലാം ഉപ്പ് നിർമ്മാണം നടത്തിയിരുന്നു.
അന്നത്തെ പ്രധാനപ്പെട്ട ഉപ്പ് നിർമ്മാണ കേന്ദ്രങ്ങളായിരുന്നു വെസ്റ്റ് പഞ്ചാബിലെ, അതായത് പശ്ചിമ പഞ്ചാബ്, അതുകൂടാതെ തന്നെ രാജസ്ഥാനിലെ സാമ്പാർ തടാകം എന്നിവയൊക്കെ അന്നത്തെ പ്രധാനപ്പെട്ട ഉപ്പ് നിർമ്മാണ കേന്ദ്രങ്ങളായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. വീണ്ടും അടുത്ത പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.